നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന പപ്പായ ഫലൂദയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ പപ്പായാണ് ഞാനിന്ന് ഈ ഫലൂദയിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പപ്പായ ഇവിടെ സ്ലൈസ് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ആഡ് ചെയ്യാണ്. വെന്ത് വരാനായിട്ട് ഒരു 10 മിനിറ്റോളം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഈ പപ്പായ പറ്റിയിട്ടും അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ പറ്റിയിട്ടും ഒന്ന് പറയാം. പപ്പായ ഞാൻ സ്വല്പം ചെനച്ച പപ്പായ, അതായത് ഒരു ചെറിയൊരു മഞ്ഞ കളർ കയറിയിട്ടുള്ള പപ്പായയാണ് എടുത്തിരിക്കുന്നത്. കണ്ടു, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഞാനിത് കളർ കയറ്റിയിട്ടുള്ളതല്ല. ഇതിലേക്ക് നമ്മൾ മധുരം ആഡ് ചെയ്യണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് എനിക്ക് അത്യാവശ്യം ഇത് മധുരം ഉണ്ട്, ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട്. മധുരം കുറവുള്ളതാണെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരും. അപ്പം പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചപ്പപ്പായ അതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ അടുത്ത് അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പായ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെർമിസെല്ലിയോ ഫലൂദ സേവറോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം തിളപ്പിച്ചല്ലോ ഈ പപ്പായ ഇടാനായിട്ട്. ഇതേപോലെ തിളച്ച വെള്ളത്തിൽ നമുക്ക് ആവശ്യാനുസരണം വെർമിസെല്ലി കട്ട് ചെയ്തിട്ട് ഇടാം. അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് ഫലൂദ സേവർ തൊട്ട് കിട്ടും. അത് വാങ്ങിയിട്ട് ഇതേപോലെ വേവിച്ച് അതിലും നമ്മൾ ഇതേപോലെ ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് വേവിച്ചെടുക്കേണ്ടതാണ്. എന്ത് കഴിഞ്ഞ പപ്പായയിലേക്ക് നമുക്ക് വാനില, പൈനാപ്പിൾ, സ്ട്രോബെറി ഇങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇതിപ്പോൾ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുക്കുകയാണ്. ഇതിൽ സ്വല്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളം അരിച്ചു മാറ്റുകയാണ്. വെള്ളമൊക്കെ വാർന്ന് കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് സ്വല്പം ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റാണ് സുരേഷ് ചേട്ടന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കണത്. നമുക്കിത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫലൂദയിലേക്ക് നമുക്ക് ജെല്ലി ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ജെല്ലി ക്രിസ്റ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. പല ഫ്ലേവറിൽ കിട്ടും. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കവറും എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരു പാക്കറ്റ് ജെല്ലി ക്രിസ്റ്റൽസിന് ഒരു 450 ml തിളച്ച വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ചെയ്യണത്. പകുതി ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 225 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അലിയ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണത്. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് മുന്നേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ യെല്ലോ ഫ്ലേവറും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. നമുക്കിനി കസ്കസ് അഥവാ ബേസിക് സീഡ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം. അതും ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കിട്ടും. നമുക്കിതിലേക്ക് 1 സ്പൂൺ മാത്രം മതിയാവും. അത് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 1 ടീസ്പൂണിന് 1/2 കപ്പ് വെള്ളം വേണമെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് വീർത്ത് വരുള്ളൂ. അത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വീർത്ത് വരും. പിന്നെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായി ഫ്രിഡ്ജിൽ വെച്ച് 20 മിനിറ്റ് എങ്കിലും തണുപ്പിച്ചതായിരിക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരിക്കണം. ഇതിലേക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ബദാമും. കദളിപ്പഴം ഇവിടെ ഉണ്ടായതാണ്. അത് കദളിപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് മതി. ഈ ഐസ്ക്രീമുകൾ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണണം. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ സ്വല്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാ ഐസ്ക്രീമും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഐസ്ക്രീം ആയാലും മതി. ഇവിടെ എല്ലാ ഫ്ലേവർ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇനി കസ്കസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജെല്ലി ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ജെല്ലി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഈന്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യണത്. പിന്നെ ക്രമപ്രകാരം എന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. ഇത്ര ഐറ്റംസ് വേണമെന്നില്ല. ഐറ്റംസ് കൂടുതൽ ഇടുന്നത് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ടാണ്. ആക്ച്വലി ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫലൂദ സേവറോ അല്ലെങ്കിൽ സേമിയോ അല്ലെങ്കിൽ പപ്പായോ, ഇതിലത്തെ 3 ഏതെങ്കിലും ഒന്ന്. പിന്നെ കസ്കസ്, ഏതെങ്കിലും ഒരു ഐസ്ക്രീം, പിന്നെ റോസ് മിൽക്ക് വേണ്ടവർക്ക് അത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഒരെണ്ണം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെയും കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്കും അനുസരിച്ച് നമുക്ക്
ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി പിസ്ത ഫ്ലേവർ ഐസ്ക്രീം, അതിനുശേഷം പപ്പായ, പിന്നെ സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം, വീണ്ടും പിസ്ത ഫ്ലേവർ ഐസ്ക്രീം ആഡ് ചെയ്യാണ്. അതിനുശേഷം പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് അതിൻ്റെ മേലേക്ക് നട്ട്സൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു ചെറി പഴം വെക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഒരു ഭംഗിക്കാണ് അത് ചെയ്യണത്. മറ്റൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഫലൂദ സെറ്റ് ചെയ്യാം. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഗ്രീൻ പപ്പായ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയുമാണ്. വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും അതേപോലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാനും പറ്റിയ ഒന്നാണ്. മിക്ക വീടുകളിലും പപ്പായ കാണും. അപ്പോൾ അതുകൊണ്ട് പപ്പായ വെച്ച് നിങ്ങൾ ഇതെന്തായാലും തയ്യാറാക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിലായിട്ട് ഇൻസ്റ്റൻറ്റ് റോയൽ ഫലൂദയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുന്നേ. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.